അത്രേ ഉള്ളൂ. ഞാൻ കരുതി 25 പേരെങ്കിലും കാണും. അതിന്റെ ആവശ്യമില്ല. അവിടുത്തെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ ഇത്രയും പേര് മതി. ഞാൻ പ്രതീക്ഷിക്കുക. ഒരു കാര്യം ബാലേന്ദ്രൻ ഓർത്തോളണം. അലീനെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇറക്കി വിട്ടിട്ടേ ഞങ്ങൾ അവിടെ തിരിച്ചു പോരും. എനിക്ക് എന്റെ പെങ്ങളും അവളുടെ കുട്ടികളും വരും. അത് കഴിഞ്ഞേ ഉള്ളൂ ബാലേന്ദ്രൻ. അത് ഓർമ്മ വേണം. ചുമ്മാ പേടിപ്പിക്കാതെ നേരെ വാ. വരും. അതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് തന്നത്. പിന്നെ അലീന ഇന്ന് എറണാകുളം പോകണമെന്ന് കേട്ടു. പോയാൽ അവൾക്ക് നല്ലത്. ഞങ്ങളുടെ ജോലി കുറഞ്ഞു. എനിക്ക് നിങ്ങളെ തള്ളി കേട്ടോണ്ടിരിക്കാനുള്ള താല്പര്യമൊന്നും. നേരെ വാ, ഫോൺ വെക്കാം. അവൻ ഒരു തരത്തിൽ മഴങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. രാജു പറയാനുള്ളത് നമ്മൾ ഇനി ചെയ്യാനുള്ള ചെയ്യും. രാവണ്യമ്മയുടെ മക്കളും കൂടി വരട്ടെ. അവർ എത്തിക്കഴിയുമ്പോൾ എന്നെ വിളിക്കണം ചേട്ടാ. ഇവിടെ രോഹിം അവധിയൊക്കെ കോളേജിൽ പോകാതെ വെയിറ്റ് ചെയ്തിരിക്കുക. അവരെ കാണാം. എന്നാ വിട്ടോ ചേച്ചി, നീ പോയിക്കോടി മോളെ. ഇവിടെ ഒന്നും സംഭവിക്കില്ല. അവർ എറണാകുളത്ത് വരുമ്പോ ചേച്ചി അവരുടെ പൊക്കോട്ടോ. കൊല്ലപ്പള്ളിക്കാർ വരുമ്പോ അവർ സമയം പോട്ടെ. ഞാൻ എല്ലാ കാര്യം അച്ഛനെ ഏൽപ്പിച്ചേക്കാം. അച്ഛൻ പറയുന്ന പോലെ ചെയ്യും. എന്നാ ഞാൻ പോട്ടെ. ചേച്ചി പോയിട്ട് എന്നാ തിരിച്ചിരുന്നേ? 2 അല്ലെങ്കിൽ 3 ദിവസം. പോകാതിരുന്നെങ്കിൽ നല്ലൊരു തല്ല് കാണായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ വൈകുന്നേരം വരുമ്പോ കാണിച്ചു തന്നാൽ മതി. മൊബൈൽ ഉണ്ടല്ലോ കയ്യിൽ. കളിയാക്കണ്ട. നിനക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കാം. നീ വരുമ്പോഴേക്കും അവരെല്ലാം പോകും. ഇല്ല, ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യണം. എന്നെ കണ്ടിട്ട് പോവുള്ളൂ. അങ്ങനെ ഞാൻ കണ്ടിട്ട് പോട്ടെ. അച്ഛന്റെ മോള് അമ്മയുടെ മോളുണ്ടല്ലോ ഇവിടെ. എന്നെ ഉദ്ദേശം ഇനി 1/2 മണിക്കൂർ കൂടെ മതിയുള്ളൂ. നല്ല പോലെ നോക്കിക്കോണം കേട്ടോ മോളെ. പിള്ളമായി ചിലപ്പോ ചാടിക്കും. റോഡാണെന്ന് പറഞ്ഞ് തോട്ടി കൊണ്ടുപോയി ചാടിക്കും. നമ്മളോട് ലെഫ്റ്റ് എന്നൊക്കെ പറയും. എന്നിട്ട് റൈറ്റിലേക്ക് സിഗ്നൽ കാണും. അവര് പറയുന്നത് കറക്റ്റാ. നമ്മള് ഫോൺ തല തിരിച്ച് പിടിച്ച് നോക്കണേ ഉള്ളൂ. ഞാൻ നല്ലോണമൊക്കെ നോക്കി തന്നെ പോകുന്നത്. ഇവളുടെ ഇരിപ്പും ഭാവം കമാൻഡും ഒക്കെ കണ്ടാ തോന്നും ഇവളാണ് കാർ ഓടിക്കുന്നത്. ബാക്ക് സീറ്റ് ഡ്രൈവർ എന്ന് കേട്ടിട്ടില്ലേ? അത് ഭാര്യമാർക്കാ ആ പേര്. ഞാനും ഒരു ഭാര്യയാവും. ഏതെങ്കിലും ഒരു കൊന്തന്റെ എന്തെങ്കിലും ഒരു കാലത്ത്. ഇതിനേക്ക് ഇനി ആര് കിട്ടും? ആന്റിക്ക് കിട്ടിയതിനേക്കാൾ നല്ലൊരു ചെക്കനെ എനിക്ക് കിട്ടും. ബെറ്റ് കിട്ടിയല്ലോ, തൃപ്തിയായല്ലോ. നിനക്ക് വെച്ചിട്ടുണ്ടേ. അച്ഛാ, എന്തിനാ അച്ഛതൊക്കെ? ഞാനതൊന്ന് തുടച്ചു വെക്കായിരുന്നു. ഇപ്പൊ എന്തിനാ എടുത്ത്? ഒരു കരുതൽ. അച്ഛനെ പോലെ ഒരാൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ലൈസൻസ് അപേക്ഷിച്ചപ്പോ അത് തരാൻ ചുമതലപ്പെട്ടവർ അതേപറ്റി അന്വേഷിച്ചിട്ട് എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് എന്റെ അപേക്ഷ പാസാക്കിയത്. അതൊരു വല്ലാത്ത മറുപടിയായി പോയി. തൃപ്തികരമല്ലേ? ലൈസൻസ് തന്നവർക്ക് തൃപ്തിയായി കാണും. മോളെ ബാലേന്ദ്ര വേണ്ട ഒറ്റയ്ക്ക് വിളിച്ചുകൂട്ടാൻ ബന്ധുവില്ല, ഗുണ്ടാസഹമില്ല, സ്വന്തം വീട്ടിലുള്ളവർ പോലും വേണ്ടത്ര സപ്പോർട്ടില്ല. ഇതൊക്കെ കയ്യിലുള്ളതിന്റെ ഗുണം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ബന്ധുണ്ട്. നിനക്ക് കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ലോ? കുഴപ്പമുണ്ട്. ഇതെന്ത് ജ്യൂസാ? നെല്ലിക്ക. നീ ബന്ധപ്പെട്ടുണ്ടാക്കണമെന്നല്ലേ കുടിച്ചേക്കാം. എനിക്ക് മിൽക്ക് ഷേക്ക് ഒക്കെയാണ് ഇഷ്ടം. പിന്നെ ആ പേഷ്യന്റിന് മിൽക്ക് ഷേക്ക് അത് കുടിക്കും. ലെഫ്റ്റ് എന്ന് പറയുമ്പോ ഏത് ലെഫ്റ്റ്? റൈറ്റ് ആയിരിക്കണം. അല്ലെന്നേ, ലെഫ്റ്റ് ആണെന്നേ പറയുന്നത് റൈറ്റ് ആയിരിക്കണം. ഓ അങ്ങനെ. ഈ ഗേറ്റിലോട്ട് വിളിച്ചോ. കണ്ടില്ലേ നെടുമ്പുരിക്കൽ? അപ്പൊ ഇതാണല്ലേ വീട്? മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആദ്യമായിട്ട് വരുവല്ലേ? ഇതാണല്ലേ വീടെന്ന് പറയുന്ന കേട്ടപ്പോ ഒരു സംശയം. നീ ആ പാക്കറ്റ് എടുത്തോ. ഇവിടെ താമസിക്കൂടെ? മറന്നേനെ. കൊള്ളാലോ. നീ ആ കോളിംഗ് അയ്യോ, അങ്കിൾ ആന്റിയായിരുന്നോ? ഞാൻ ഓർത്തു അങ്കിളും ആന്റിയല്ല, ഞാനാ ബെല്ലടിച്ചത്. എന്നെ കണ്ടില്ല. എത്രയാകുമ്പോ വിളിക്കണം പറഞ്ഞിട്ട് വിളിച്ചോടി നീ. സർപ്രൈസ്. സർപ്രൈസ് ആയി പോയി. കണ്ടിട്ട് എത്ര നാളായി. എന്നിട്ട് ഒരു തണുത്ത മാതിരി സ്നേഹമൊക്കെ പോയോ? അങ്ങനെ പോകുന്ന സ്നേഹം ഒന്നും അല്ല നിന്നോട്. എനിക്ക് ജീവൻ പോകുന്നവരെ ഉണ്ടാവും. ജീവൻ പോയി കഴിഞ്ഞുണ്ടാവത്തില്ലേ? എനിക്കത് കഴിഞ്ഞു വേണം. തോറ്റു. അങ്കിൾ ആന്റി അകത്തേക്ക് വരാം. ഇതാണ് സാക്ഷാൽ വൈജയന്തി മാഡം. ഇവളേതാ? ജയവരിക്കുട്ടി, എന്റെ അനുജത്തി. ജയവരിക്കുട്ടി. നിന്നെ പോലെ തന്നെ അനാഥാലയത്തിൽ വളർന്നവളല്ലേ? ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ. അതേ മുഖം, അതേ സ്വരം, അതേ വർത്തമാനമൊക്കെ. ഒരു മാറ്റമല്ല. അതെന്നെ മാഡം, ഇദ്ദേഹം മാമച്ചനുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വൈഫ് ഗ്രീസം ആന്റി. ഇവരൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ ക്ഷണിച്ചു എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. കൊണ്ടുപോകുന്നതാണെങ്കിൽ നല്ലത്. എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി. ഞങ്ങൾ എല്ലാവരും ഇവിടെ കൊണ്ട് മടുത്തു. എത്ര നാളായിട്ട് പറയുന്നു പോകുന്നു. ശല്യം പോകണ്ടേ? പറഞ്ഞു ഞാൻ കഴിച്ചു നോക്കി. മനസ്സിലായി. ഞങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് തന്നെയാ വന്നത്. കൊണ്ടുപോയോ? കുറെ നാൾ കഴിയുമ്പോൾ അനുഭവിച്ചോളൂ. അങ്കിൾ, നമുക്ക് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകും. അങ്കിളെ, ആന്റി കേറി വാ. ഇതാണ് മുത്തശ്ശിയുടെ എന്റെ മുറി. മുത്തശ്ശി കൊല്ലപ്പള്ളി കൊണ്ടുവിട്ടത് കാരണം ഞാനിപ്പോ ഒറ്റയ്ക്കായി മുറിയില്ല. ഇത് കൊള്ളാലോ. നല്ല റൂമാ. അത്യാവശ്യം ബാത്റൂം ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. ഇത് മുത്തശ്ശിയുടെ കട്ടില്. വയ്യാതെ കിടന്നപ്പോ ചാരി കിടക്കാനുള്ള സൗകര്യത്തിന് വാങ്ങിച്ചിട്ടത്. നീ എവിടെ കൊച്ചു കിടക്കുന്നത്? ഞാൻ ഇവിടെ ഈ കോഴ്സ് നിർത്തിയിട്ട് ഒരൊറ്റ കിടപ്പ് 5 മണി വരെ സുഖം. എന്റെ അങ്കിളും ആന്റിയും എനിക്ക് തന്ന പോലത്തെ സൗകര്യങ്ങളൊന്നും ആരും ചെയ്തു തരത്തില്ല. ഞാൻ ചക്രമഞ്ചത്തിലല്ലേ കിടക്കുന്നത്. ലക്കിയല്ലേ ഞാൻ. എന്നെ പോലെ ഭാഗ്യം കിട്ടിയത് ആരും ഉണ്ടാകത്തില്ല. എനിക്കിത് മതിയായിട്ടാ. ഒരു കട്ടിലിട്ട് തരണമെന്ന് പറഞ്ഞാൽ ഇത് തരും. എനിക്ക് ആ മൂലയിൽ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം മതി. പിന്നെ ഒരു കട്ടിലും കൂടി ഇട്ടാ പിന്നെ ഇതിനകത്തോടെ നീങ്ങാൻ പോലും സ്പേസ് ഇല്ല. അത് ശരിയാ. നിങ്ങൾ വാ, നമുക്ക് ബാലേന്ദ്രൻ സാറിനെ കാണണ്ടേ? കേറി വാ. ഇത് മാമച്ചനങ്ങള്. ഹലോ. ഇത് ഗ്രേസം ആന്റി. ഇത് ജയവരിക്കുട്ടി. ഹലോ ബാലേന്ദ്രൻ. ഇടയ്ക്കൊരു കാര്യ പ്രശ്നം കേട്ടല്ലോ. ഇപ്പൊ അസുഖമൊക്കെ സുഖപ്പെട്ടോ? റെസ്റ്റിലാണ്. മെഡിക്കേഷൻ ഉണ്ട്. പിടിച്ചിരിക്കാൻ ശ്രമിക്കുക. സൂക്ഷിക്കണം. ഇവർക്ക് ചായയോ കാപ്പിയോ ജ്യൂസോ എന്തെങ്കിലും കൊടുത്തല്ല. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇവർക്കൊന്നും വേണ്ട. അതൊക്കെ പറഞ്ഞോണ്ടാണ് എടുത്ത് കൊടുക്കില്ല. വേണ്ടെന്ന് ഞങ്ങൾ തീർത്ത് പറഞ്ഞുണ്ടാ. താഴെ ഞങ്ങൾക്ക് അത്ര നല്ല സ്വീകരണം അല്ല കിട്ടിയത്. മുൻകൂട്ടി അറിയാറില്ലേ? നീ പറഞ്ഞില്ലേ അലീന ഇവരോട് വൈദ്യുത സ്വഭാവം? പറഞ്ഞായിരുന്നു. സാറില്ല. ഞങ്ങള് അലീനെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആണോ? നിങ്ങൾ വരുന്ന കാര്യം അലീനോട് പറഞ്ഞില്ല എന്നാണ് എന്റെ ഓർമ്മ. ഇന്ന് രാവിലെ പുറപ്പെടാൻ നേരത്ത് എന്നോട് പറയുന്നത് ഞാൻ ബസ്സിൽ കയറി വരാന്ന് പറഞ്ഞതാ. എല്ലാരും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാ വന്നത്. കണ്ടു. ഇനി പോകും. അലീന, നീ ഇവരോട് പോകുന്നുണ്ടോ? എന്നോട് പൊയ്ക്കോളം പറഞ്ഞായിരുന്നല്ലോ. ഞാൻ സമ്മതിച്ചായിരുന്നല്ലേ? എന്നോട് പറഞ്ഞു. രേവതിക്കുട്ടി എന്ത് ചെയ്യുന്നു? പഠിക്കോ? ആര് വിളിക്കുന്നു? അങ്കിളും ആന്റിയും കൂടെ. കൊള്ളാം. എന്നാ ഞങ്ങൾ പോകട്ടെ. ശരി. എറണാകുളത്ത് വരുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. നോക്കട്ടെ. ചേച്ചി ഫോൺ എടുക്കണേ, മറക്കല്ലേ? അതെടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ടുണ്ട് ചേച്ചി. മമ്മിയുടെ ഫോട്ടോ. അതെന്തിനാ? ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റും ചേച്ചി. ഇവിടെ നിന്ന് വലിയ ഭൂകമ്പം നടത്താൻ പോലെ. മോളെ, എന്ത് നടന്നാലും എനിക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ല. അതെന്നെ ചേച്ചി. ഞാൻ എല്ലാം എന്നോട് പറയാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ വീടും ഇവിടുത്തെ ആൾക്കാരെ. ബാലേന്ദ്ര സാർ പോലും എന്നാ ഒരു ഗൗരവം. ഇവിടെ എങ്ങനെ ചേച്ചി പിടിച്ചിരിക്കുന്നു? വൈജയന്തി തള്ള സൂപ്പർ. അത് ഒരാളൊന്നുമല്ല, 3 പേരെങ്കിലും ഉണ്ട്. അതൊക്കെ പറ. എന്റെ ദൈവമേ, എന്റെ അങ്കിളിനെ ആദ്യം പൂവിട്ട് പൂജിക്കണം. ഞാൻ ഈ ഡ്രസ്സിന് മാറിയിട്ടേ 2 മിനിറ്റ്. ഒരു കാര്യം ബാലേന്ദ്രൻ ഓർത്തോളണം. അലീനെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇറക്കി വിട്ടിട്ടേ ഞങ്ങൾ അവിടെ തിരിച്ചു പോരും. പിന്നെ അലീന ഇന്ന് എറണാകുളം പോകണമെന്ന് കേട്ടു. അത് സാറിനെ വിളിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ. അച്ഛാ, എന്താ അച്ഛാ? പോകാൻ റെഡിയായി കഴിഞ്ഞല്ലേ? ഇറങ്ങാൻ പോകായിരുന്നു. പോകണ്ട. എന്ത് ചേച്ചാ? എനിക്ക് ഇതിന്റെ വിടാണ്ട് വിശ്വാസക്കുറവ്. ഞാൻ തിരിച്ചു വരത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലടാ, എന്റെ അടുത്ത് നീ സുരക്ഷയാ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്ത് സംഭവിക്കാനാ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. കൊല്ലപ്പള്ളിയിൽ നിന്ന് വിളിച്ച് അവരിങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു ഒരു സംഘം. അവര് വരുന്നതിന് മുമ്പേ ഞാൻ പോകുന്നില്ലല്ലോ. പോകണ്ട. നീ പുറത്താണെങ്കിൽ എനിക്ക് ഇതിന്റെ കാര്യം അവർക്ക് മാവച്ചനെ വീട് പിടിക്കാം. അവിടെ ഒന്ന് ഭീഷണിപ്പെടുത്താം, ബ്രെയിൻ വാഷ് ചെയ്യാം, അപായപ്പെടുത്താം. ഒരുപാട് സാധ്യത ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോകണം. അലീന ഇനി ഇവിടെ നിന്നാ നിങ്ങളുടെ വൈഫും തമ്മിലുള്ള വഴക്ക് കൂടുതലും. അത് കൂടാൻ വേണ്ടിയാണ് എന്റെ പരിശ്രമം. അലീന ഇവിടെ ഇനി താമസിക്കുന്നത് എനിക്ക് സമാധാനിക്കണം. ഞാനി വെള്ളത്തിൽ കലക്കി മീന ചാറ്റിൽ കൊണ്ടുപോയി ഒഴുകണം. ബാലേന്ദ്രൻ അവരൊക്കെ പറഞ്ഞാൽ നിനക്ക് ഞങ്ങൾ ഇവിടെ പോകും. അലീനയ്ക്ക് മാത്രം ഏത് പാതിരാത്രിയിലും ബാലേന്ദ്രന്റെ മുറിയിലോട്ട് കയറിച്ചില്ല. ആര് വിളിച്ചാൽ താഴോട്ട് വരാം.